ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യമായി കോഴിക്കോടും പോവുകയാണ്, ട്രെയിനിലും പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകേണ്ട ആവശ്യമില്ല, എസ്കലേറ്റർ ഉണ്ട്. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല ഗൈസ്. അങ്ങനെ ഇക്കായും എൻ്റെ കൂടെ വന്നിട്ട് പള്ളു വിളിച്ചുകൊണ്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്താ അതിൽ കയറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ അത് കേൾക്കത്തില്ല കേട്ടോ. എനിക്ക് നാളെ വലിയിലെത്തുന്നത് ശീലമായി ഇതൊക്കെ. ഐഫിന് എവിടെ പോയാലും ഒരു അപ്പൂപ്പനെയോ ഒരു ഇക്കച്ചിയൊക്കെ കിട്ടും കേട്ടോ. അവൾക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമുക്കിഷ്ടം. അവൾ എങ്ങനെയെങ്കിലും കള്ള് കയ്യുമൊക്കെ കാണിച്ച് അവൾ മിണ്ടിപ്പിച്ചിരിക്കും. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയത് നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്താണ് കേട്ടോ പോയത്. വേറെ ഒന്നുമല്ല, ഐസുവിനെ കൊണ്ടുപോകണതുകൊണ്ടാണ് സ്ലീപ്പറും കൂടെ ബുക്ക് ചെയ്ത് പോയത്. അല്ലെങ്കിൽ ഊപ്പാട് വന്നതിന് കേസ് അവൾ പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ. അവൾ 6ാം മാസത്തിൽ പോയി, ഞാൻ 26ാം വയസ്സിൽ പോയി. അങ്ങനെ ട്രെയിനിൽ അത്രയും ഒരു അന്തരം ഉണ്ട്. അവൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. എനിക്ക് 26 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ വിട്. അപ്പോൾ എല്ലാം പോയി ഗൈസ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ അവൾ ഉറങ്ങിയൊക്കെ എണീച്ച് നല്ലോണം ഉറങ്ങിയിട്ട് നമ്മൾ ട്രെയിനിൽ തന്നെ തൊട്ടിലൊക്കെ കെട്ടിയായിരുന്നു ഗൈസ്. നമ്മൾ എവിടെ പോയാലും നമ്മളിത് മറക്കരുതല്ലോ. അവൾ തൊട്ടിലേ കിടക്കുള്ളൂ, എന്ത് ചെയ്യാൻ. അങ്ങനെ അവളെ തൊട്ടിലേക്ക് കിടത്തി കുറേ നേരമൊക്കെ കിടന്നുറങ്ങിയിട്ട് പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്നു കേട്ടോ. പരിചയമില്ലാത്തൊരു പിന്നെ ചെറുതായിട്ടൊരു അനക്കമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവൾ എൻ്റെ അടുത്ത് തന്നെ പിന്നെ വന്ന് കിടന്നു. പിന്നെ നമ്മൾ നേരെ വെളുത്തപ്പോഴാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. അമ്പാടി യിലാണ് നമ്മൾ റൂം എടുത്തത്. ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടാണ് റൂം കിട്ടിയത് കേട്ടോ. അവിടെ എല്ലാം ഫുള്ളായിരുന്നു കണ്ട. എൻ്റെ ഐസ് സമാധാനത്തോടെ കിടക്കുന്നത് കണ്ടു. പിന്നെ റൂമിൽ വന്ന് ഫ്രഷായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ അതിൻ്റെ കൂട്ടത്തൊരു കാര്യം കൂടെ പറയാണ്ട്, വീഡിയോ കാണുന്നില്ല അതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തെങ്കിലും വേറുള്ള സാധനങ്ങളൊന്നും അവൾ തിന്നു തുടങ്ങിയില്ല ഇതുവരെയായിട്ടും. കൂരവും ആപ്പിളും മാത്രമാണ് അവൾക്ക് കൊടുക്കുന്നതെന്നല്ല, അവൾക്ക് കൊടുക്കാൻ നോക്കിയിട്ട് അവൾ കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും തെണ്ട ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ അങ്ങനെ നമ്മൾ മിഠായി തെരുവിലേക്ക് വന്നു. അവിടെയും ഞായറാഴ്ച ആയതുകൊണ്ട് ഫുൾ അവധിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന് ഫുൾ വീഡിയോ താഴെയുണ്ട്, എല്ലാവരും കയറി കാണണേ.